നമസ്കാരം. ഇന്നത്തെ വീഡിയോ വിവിധതരം പാചക എണ്ണകളെക്കുറിച്ചാണ്. പലപ്പോഴായി പ്രേക്ഷകർ ആവശ്യപ്പെട്ട ഒരു കാര്യമാണിത്. ഏത് എണ്ണയാണ് നമുക്ക് സുരക്ഷിതമായിട്ടുള്ളത്, നമുക്ക് സ്ഥിരമായി എണ്ണ മുക്കി പൊരിക്കാൻ അല്ലെങ്കിൽ സോട്ട് ചെയ്യാൻ ഏത് തരം എണ്ണയാണ് ഏറ്റവും നല്ലത് എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴായി പ്രേക്ഷകർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വെളിച്ചെണ്ണ പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വെജിറ്റബിൾ ഓയിലായിരുന്നു ഏറ്റവും നല്ലത് എന്ന് ഞാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അന്ന് സത്യം പറഞ്ഞാൽ അന്നത്തെ ഇഗ്നറൻസ് തന്നെയായിരുന്നു. വെജിറ്റബിൾ ഓയിലാണ് വെളിച്ചെണ്ണയേക്കാൾ നല്ലത് എന്ന് ഒരു കാലഘട്ടത്തിൽ വളരെ വ്യാപകമായിട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് കാര്യങ്ങൾ തല കീഴായി മറിഞ്ഞിരിക്കുകയാണ്. അതായത് കീഴ്മേൽ മറിഞ്ഞു എന്ന് പറയില്ലേ, അതുപോലെയായി. ഇപ്പം വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്, പാചകത്തിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണെന്നും വെജിറ്റബിൾ ഓയിൽ പാചകത്തിന് അത്ര നല്ലതല്ല എന്നുമാണ് പറയുന്നത്. പക്ഷേ വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം റിഫൈൻഡ് വെജിറ്റബിൾ ഓയിലാണ് കുഴപ്പം. റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള എല്ലാ പോഷകങ്ങളും നഷ്ടപ്പെട്ട് അതിനകത്ത് ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും വളരെയധികം വൈറ്റമിൻസും മിനറൽസും ഒക്കെ തന്നെ വെജിറ്റബിൾ ഓയിലുണ്ട്. പക്ഷേ റിഫൈനിങ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിനകത്തുകൂടെ തന്നെ കുറേ ആഡിറ്റീവ്സ് കയറിപ്പോകുന്നു. 60-ലധികം കെമിക്കൽസ് കയറുകയും അതിനകത്തുള്ള പോഷകങ്ങളെ ഫിൽട്ടർ ഔട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ പറയുന്ന റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ നല്ലതല്ല എന്ന് പറയുന്നത്. അൺറിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ നല്ലത് തന്നെയാണ്. സൺഫ്ലവർ ആവട്ടെ, പീനട്ട് ഓയിൽ ആവട്ടെ, അവക്കാഡോ ഓയിൽ ആവട്ടെ, എല്ലാം തന്നെയും വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് വെജിറ്റബിൾ ഓയിലിനെ ഞാനൊന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ ദൈനംദിന ഭക്ഷണം പാകം ചെയ്യാൻ ഏതൊക്കെയാണ് ഏറ്റവും നല്ലത് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഞാൻ സാധാരണയായി എൻ്റെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന അൺറിഫൈൻഡ്, അതായത് ചക്കിലാട്ടിയ എണ്ണ, അതാണിത്. ഇങ്ങനെ 1 ലിറ്ററായിട്ട് നമുക്ക് കിട്ടും ചക്കിലാട്ടിയ എണ്ണ. ചക്കിലാട്ടിയ എണ്ണ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാക്സിമം പോഷകങ്ങൾ അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യും. അത് എന്ന് പറഞ്ഞാൽ ഒരു തരം ഇതിനകത്ത് ഒരു കെമിക്കലും കയറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പാചകത്തിന്, നമുക്ക് സാധാരണ രീതിയിലുള്ള പാചകത്തിന് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാനിപ്പം നമ്മളൊരു ഡീപ്പ് ഫ്രൈ എണ്ണ എന്ന് പറയുമ്പോൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്നത് അത് വളരെ കുറവാണ് ഞങ്ങളിവിടെ. എങ്കിൽ കൂടി അങ്ങനെ വരുമ്പോൾ ഞാൻ പ്രധാനമായിട്ട് എടുക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് സ്മോക്കിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണ്. അതായത് നമ്മൾ വെച്ച് തിളപ്പിക്കില്ലേ, ആ സമയത്ത് പുക വരുന്ന ഒരു ബോയിലിംഗ് പോയിൻ്റ് ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചറുണ്ട്. അത് വളരെ കൂടുതലാണ്. 450-ന് മുകളിലാണ് വെർജിൻ കോക്കനട്ട് ഓയിലിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ നമുക്ക് എണ്ണ മുക്കി പൊരിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ മുക്കി പൊരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ എണ്ണയ്ക്കകത്തുള്ള പോഷകങ്ങൾ മാറിയിട്ട് കൂടുതൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും അല്ലെങ്കിൽ. അപ്പം ഈ സ്മോക്കിംഗ് പോയിൻ്റ് ഹയർ അല്ലെങ്കിൽ, സ്മോക്കിംഗ് പോയിൻ്റ് വളരെ കുറവ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ റിഫൈൻഡ് ആയിട്ടുള്ള വെളിച്ചെണ്ണ വെച്ച് തിളപ്പിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പുക വരും. ആ പുക ഇതിനകത്ത് വരില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് തന്നെയും നമ്മളുടെ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ഗുണങ്ങൾ വളരെ അധികമാണ്. അപ്പോൾ നമ്മുടെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ബെസ്റ്റാണ് എല്ലാ അർത്ഥത്തിലും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ വാതോരാതെ പ്രശംസിക്കുന്ന ഒരു എണ്ണയാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മോണോസോഡിയം ലോറിക് ആസിഡ്, അതായത് HDL. നമ്മുടെ ശരീരത്തിൽ HDL അതുപോലെ തന്നെ LDL അല്ലെങ്കിൽ നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. HDL നല്ല കൊളസ്ട്രോളും LDL അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ ചീത്തയായിട്ടാണ് പറയപ്പെടുന്നത്. അതൊരിക്കലും ചീത്തയല്ല എന്നുള്ള മറ്റൊരു കാര്യം. അപ്പോൾ അത് 1:4 റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ HDL എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. മറ്റേ LDL ടോട്ടൽ കൊളസ്ട്രോൾ നമ്മുടെ ലിവറിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം 1:4 ആ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭക്ഷണത്തിലൂടെ അത് കൊടുക്കണം. അതിന് ഏറ്റവും നല്ലത് പച്ചത്തേങ്ങ തന്നെയാണ്. പച്ചത്തേങ്ങയുടെ പാലും വളരെ നല്ലതാണ്. അത് നമ്മൾ വളരെയധികം കഴിക്കുന്നില്ലല്ലോ, എപ്പോഴും എല്ലാം ചൂടാക്കിയല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കുറയും. അപ്പോൾ ഇതിന് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം. നമ്മൾ കഴിക്കുന്നതിൽ HDLൻ്റെ അളവ് ഇതിനകത്തൂടെ നന്നായിട്ട് കൂട്ടിക്കിട്ടും ശരീരത്തിൽ. HDL എന്തിനാണ്? നമുക്ക് ശരീരത്തിനകത്തുള്ള എല്ലാ കാര്യങ്ങൾക്കും, എവിടെ ഈ ബാഡ് കൊളസ്ട്രോൾ, അതായത് VLDLും ട്രൈഗ്ലിസറൈഡും, അത് രണ്ടും ഒരു ചീത്ത കൊളസ്ട്രോളാണ്. ഇതിനകത്ത് ഇതിലുള്ള ഒരു ഡിവിഷൻ നോക്കുമ്പോൾ അതിനെ രണ്ടിനെ പറ്റി പിടിക്കാതെ എടുത്തുകൊണ്ട് പോകാൻ സഹായിക്കുന്നത്
ഇദ്ദേഹമാണ്. മനസ്സിലായോ? അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എൻ്റെ LK ഡയറ്റ് പ്ലാനിൽ നമ്പർ 1 ആയിട്ട് ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട്. ഏതൊരു 3 നേരത്തെ ഭക്ഷണത്തിലും ഇത് കുറച്ച് വീതം ചേർത്ത് കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്ത് പറ്റും, എവിടെ ഇപ്പോൾ സാച്ചുറേറ്റഡ് ഫാറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ മുട്ടയ്ക്കകത്ത് മുട്ടയുടെ മഞ്ഞക്കരു കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റാണ്, പക്ഷേ അത് നമുക്ക് കുഴപ്പമുണ്ടാവാത്ത രീതിയിൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. എന്നാൽ മറ്റൊന്ന്, അടുത്തത് ഈ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലിന് പലരും ചോദിച്ചിട്ടുണ്ട്, മാഡം വെർജിൻ കോക്കനട്ട് ഓയിലിന് പകരം ഒലിവ് ഓയിൽ ഉപയോഗിക്കരുതോ ഉപയോഗിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന്. അത് തീർച്ചയായിട്ടും കുഴപ്പമെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ഡീപ് ഫ്രൈ എണ്ണയിൽ മുക്കി പൊരിക്കാൻ ഉപയോഗിക്കാം. പക്ഷേ വളരെ വലിയ ടെമ്പറേച്ചറിൽ ഡീപ് ഫ്രൈ എന്ന് പറയുമ്പോൾ നല്ല ടെമ്പറേച്ചർ കൂടി വരുമല്ലോ, ഇതിനകത്ത് ചില ഹാംഫുൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവും. കുഴപ്പം പിടിച്ച കോമ്പൗണ്ട്സ് ഇതിൽ ഉണ്ടാവുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഞാനല്ല, പഠനങ്ങൾ തെളിയിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒലിവ് ഓയിൽ ഡീപ് ഫ്രൈക്ക് നല്ലതല്ല. ഒലിവ് ഓയിലല്ല, അതിന് പകരം ഈ ഒലിവ് ഓയിൽ എന്തിനൊക്കെ കൊള്ളാം, നിങ്ങൾ ഇപ്പം സാലഡ്സിൽ ഉപയോഗിക്കാം, വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഷാലോ ഫ്രൈ, വലുതായിട്ട് ചൂടില്ലല്ലോ, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ, അതിനൊക്കെ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതിനും വളരെയധികം അതായത് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ഇത് HDL അത്ര മറ്റേ നമ്മളുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ പോലെ ഇത് HDL അത്ര കൂട്ടുകയില്ല. പക്ഷേ ഇതിനകത്ത് വളരെയധികം ന്യൂട്രിയൻസ് ഉണ്ട്, അതിന് യാതൊരു സംശയമില്ല. അതെപ്പോഴും അൺറിഫൈൻഡ് ആയിരിക്കണം എന്നുള്ളൊരു എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, നമ്മളിപ്പം എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞതുപോലെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ തന്നെ ആയിരിക്കണം വാങ്ങേണ്ടത്. അതാണ് പ്രധാനം. അവിടെ റിഫൈൻഡ് ഒലിവ് ഓയിലിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഗുണത്തേക്കാളേറെ ദോഷം ഉണ്ടാവും. അത് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സ്ട്രാ വെർജിൻ കാണും. ഇത് എനിക്ക് കാനഡയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്, മാത്യൂസ് ആൻഡ് ലിസ. അവർ രണ്ടും ഇപ്പോൾ കാണുന്നുണ്ടാവും എൻ്റെ പ്രോഗ്രാം എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്ന് 2 ആഴ്ച കിടന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റായിട്ട് ഇതുപോലത്തെ പലതരം ഫ്ലേവറിലെ ഒലിവ് ഓയിൽസ് അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. പലതരം ഫ്ലേവർ, സ്ട്രോബെറി ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ട്. എൻ്റെ കയ്യിലിരിപ്പുണ്ട്, മറ്റൊരവസരത്തിൽ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ എല്ലാം ഏതൊരർത്ഥത്തിൽ ഇത് വളരെയധികം ഹാർട്ട് ഹെൽത്തിയാണ്. അറ്റ് ദ സെയിം ടൈം സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാനും വളരെ നല്ലതാണ്. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഒലിവ് ഓയിൽ തന്നെയാണ്. നമ്മൾ വെർജിൻ ഓയിലിൻ്റെ കാര്യം, ഗുണഗണങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, നിങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള എല്ലാ കാര്യത്തിനും, സ്കിൻ നന്നായിട്ടിരിക്കാൻ, ചുളിവുകൾ കുറയ്ക്കാൻ, മുടി നന്നായിരിക്കാൻ, കണ്ണിന് നല്ല തിളക്കം ഉണ്ടാവാൻ, നല്ല നഖം ഉണ്ടാവാൻ, അതുപോലെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ഉണ്ടാവാനൊക്കെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ശരീരത്തിന് A to Z ഫങ്ഷന് വേണം. അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ സ്കിന്നിൻ്റെ തൊലി ഉണ്ടാവാൻ, നല്ല തൊലി കറക്റ്റായിട്ടുണ്ടാവാൻ ഇത് വേണം. കൊഴുപ്പ് വേണം. അതുപോലെ തലച്ചോറിൻ്റെ 25% കൊളസ്ട്രോളാണ്. കണ്ണിൻ്റെ റോഡ്സ് ആൻഡ് കോൺസ് കൊളസ്ട്രോളാണ്. ഏത് ഭാഗത്താണ് ഇത് വേണ്ടാത്തത്? എല്ലാ അവയവങ്ങൾക്കും അത്യാവശ്യമാണ് കൊളസ്ട്രോൾ. പിന്നെ നമ്മുടെ വൈറ്റമിൻ ഡി, എല്ലാ ഹോർമോൺസും എൻസൈംസും എല്ലാം ഉണ്ടാവാൻ കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ ഞരമ്പിൻ്റെ പുറത്തുള്ള ആവരണം, മൈലിൻ ഷീത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൊളസ്ട്രോൾ. അപ്പം അതുകൊണ്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ശരീരത്തിന് വേണ്ടതാണ് കൊളസ്ട്രോളിന് അത് പാവം കൊളസ്ട്രോൾ, അത് ജീവിച്ചു പോട്ടെ എന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോടൊക്കെ തന്നെ പറഞ്ഞിട്ടില്ലേ. അത്രയ്ക്ക് മോസ്റ്റ് ഇന്നവിറ്റബിൾ ഇൻഗ്രീഡിയൻ്റ് ആണ് കൊളസ്ട്രോൾ. ഷുഗറും BP-യും പോലെ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി എന്ന് മാത്രം. അതിൻ്റെ ആ ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇത് ഏറ്റവും നല്ല കാര്യമാണ്. ഇത് ഞാൻ ക്ലാരിഫൈഡ് ബട്ടർ, നിങ്ങൾക്കറിയാമല്ലോ, നെയ്യ്. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചൂടായതുകൊണ്ടാണ് നെയ്യ് ഇങ്ങനെ ഇരിക്കുന്നത്, നല്ല കട്ടിയായിട്ടിരിക്കില്ലേ. ഇത് ശരിക്ക് ഗ്രാസ് ഫെഡ് കൗവിൻ്റെ നെയ്യാണ്. ഗ്രാസ് ഫെഡ് കൗ എന്ന് പറയുന്നത് പുല്ല് തിന്ന് വളരുന്ന പശുവിൻ്റെ, അതാണ് ഏറ്റവും ബെസ്റ്റ് നെയ്യെന്ന് പറയുന്നത്, ഗീ. കാരണം മറ്റ് പശുവിന് തീറ്റ കൊടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ഒരു പൊല്യൂഷൻ കൂടെ ഇതിനകത്ത് കയറുമല്ലോ. അതിനകത്തുള്ള ചില വേണ്ടാത്ത സാധനങ്ങൾക്കകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റൊക്കെ ഇതിനകത്ത് കയറി വരും. അത് പശുവിന് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ, അതാണ് ഞാൻ പറയാം, കാറ്റിൽ ഫീഡ്. അപ്പോൾ അതില്ലാത്തതാണ് ഗ്രാസ് ഫെഡ് കൗ എന്ന് പറഞ്ഞാൽ പുല്ല് തിന്ന് വളരുന്ന പശുവിൻ്റെ പാലിൻ്റെ അകത്തുനിന്ന് എടുക്കുന്ന ക്ലാരിഫൈഡ് ബട്ടറാണല്ലോ നമ്മുടെ നെയ്യാണ് ഏറ്റവും നല്ലത്. കുക്കിംഗ് മീഡിയത്തിന് ബെസ്റ്റ് നെയ്യാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുണ്ടെങ്കിലും ഇതിനകത്തുള്ള
ന്യൂട്രിയൻസ് നിരവധിയാണ്. ബ്യൂട്രിക് ആസിഡ് ഏറ്റവും നമ്പർ 1 ആയിട്ട് ഇതിനകത്തുണ്ട്. അതോടൊപ്പം വൈറ്റമിൻ എ, ഡി, ഇ, K2 വരെ. K2 എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന വൈറ്റമിനാണ്. അപ്പം ഹാർട്ട് അറ്റാക്കിനെ ഒരു പരിധി വരെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇതിനകത്തുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് ഇതിനകത്ത്, എങ്കിൽ കൂടിയും മിനിമം ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതിനേക്കാൾ കൂടുതൽ പോഷകങ്ങളാണ് ഇതിനകത്ത്. അപ്പം ആ പോഷകങ്ങളെ നമ്മൾ നോക്കുമ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന് A to Z ഫങ്ഷൻസിനും വളരെ നല്ലതാണ്. എനർജി 24 hour എനർജി ലെവൽ കീപ്പ് ചെയ്യാൻ ഇത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഇമ്മ്യൂണിറ്റി, കറക്റ്റായിട്ട് ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, രോഗപ്രതിരോധ സംവിധാനം കറക്റ്റ് ചെയ്യാൻ ഇത് നല്ലതാണ്. കണ്ണിന് നല്ലതാണ്. ഹാർട്ടിന്, എല്ലാ അവയവങ്ങൾക്കും ഏറ്റവും നല്ലതായിട്ടുള്ള ഏറ്റവും നല്ല കുക്കിംഗ് മീഡിയമാണ്. പിന്നെ ഇതിൻ്റെ കാര്യം ഈ A2 ഗീ എന്ന് പറയുമ്പം നല്ല വിലയാണ്. ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. വിലയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം അത്രയ്ക്ക് വാല്യുബിളാണ്, അത്രയ്ക്ക് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് മീഡിയമാണ് ഗീ, അതായത് നെയ്യ്. അത് ഗ്രാസ് ഫെഡ് കൗവിൻ്റെ A2 ഗീ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. പിന്നെ ഈ പട്ടത്തൊരു മില്ലർ ഷോപ്പുണ്ട്, അവിടെ ഇതൊക്കെ അവൈലബിളാണ്. ഞാൻ അവിടെ നിന്നാണ് ഇതൊക്കെ വാങ്ങുന്നത്. ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള അതായത് പ്യൂരിറ്റി ആണ് അവരുടെ ഏറ്റവും നല്ല ചിഹ്നം. മനസ്സിലായി? സിമ്പിൾ തന്നെ പ്യൂരിറ്റിയാണ്. അവർക്ക് ഒരു കോംപ്രമൈസും ഇല്ല പ്യൂരിറ്റിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ മുളകാണെ മല്ലിയാണെ അവിടെ നിന്ന് അവർ പൊടിച്ച് അപ്പം തന്നെ പാക്ക് ചെയ്ത് തരും. നല്ല ടേസ്റ്റാണ് എല്ലാ കാര്യത്തിനും. അപ്പോൾ ആ ഷോപ്പിൽ നിന്നാണ് ഞാനിത് മേടിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഈ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ കിട്ടാറുണ്ട്. MR വീറ്റ്, അപ്പോൾ ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള MR വീറ്റും അവിടെ അവൈലബിൾ ആണ്. അപ്പം ഞാനങ്ങനെ, നമ്മളിപ്പം പേഷ്യൻസ് എന്നോട് ചോദിക്കും ഇതൊക്കെ എവിടെ കിട്ടും അവരുടെ അറിവിലേക്കാണ് ഞാനിതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ഭക്ഷണത്തിൽ ഞാനിപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നെയ്യും നമുക്ക് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാം. യാതൊരു സംശയവും വേണ്ട. സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഉപയോഗിക്കാം. നേരത്തെ ഇങ്ങനൊരു മിസ്കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഈ ഗീ അധികം ഉപയോഗിക്കരുതെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഗീ വളരെ നല്ലതാണ്. അത് നല്ലതായിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ ഓർക്കുക. തീർച്ചയായും നല്ല രീതിയിലേക്ക് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ ഏറെ സഹായിക്കുന്ന കുക്കിംഗ് മീഡിയമൊക്കെയാണ് ഇത്. അപ്പോൾ എല്ലാ കാര്യവും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.